ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു LDC ലെവലിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിലെ 20 ചോദ്യങ്ങൾ. ഇംഗ്ലീഷിനെ സംബന്ധിച്ചും ആവർത്തന സ്വഭാവമുള്ള PSC ചോദ്യങ്ങളാണ് ചോദിച്ചു വരുന്നത്. നമുക്കിന്ന് മുൻകാലങ്ങളിൽ ചോദിച്ച 20 ഇംഗ്ലീഷിലെ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC നടത്തുന്ന എല്ലാ ചോദ്യപേപ്പറും ഈ ചാനലിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. First question, I look dash in the mirror. At me ആണോ, me ആണോ, at myself ആണോ, myself ആണോ? ഓപ്ഷൻ സി ആണ് ആൻസർ, അറ്റ് മൈസെൽഫ്. ഇവിടെ ഓർക്കുക, ലുക്ക് കഴിഞ്ഞ് അറ്റാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് മീ ഉപയോഗിക്കില്ല, മൈസെൽഫാണ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസ് പഠിക്കുക, ഐ ലുക്ക് മൈസെൽഫ് അറ്റ് മൈസെൽഫ് ഇൻ ദ മിറർ. അടുത്ത ചോദ്യം, യു യെറ്റ് മേ സ്പൈ ദ ഫാൺ അറ്റ് പ്ലേ, ദ ഹെയർ അപ്പോൺ ദ ഗ്രീൻ, ബട്ട് ദ സ്വീറ്റ് ഫേസ് ഓഫ് ലക്കി ഗ്രേ വിൽ നെവർ മോർ ബി സീ. ദ റൈം സ്കീം ഫോളോവഡ് ഇൻ ദ എബോവ് സ്റ്റാൻസ ഈസ്. ഒരു 4 വരി കവിത തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രാസമാണ് ചോദിച്ചിട്ടുള്ളത്. ആ ടോൺ ഏതാണ്? എ ബി ആണോ, എ ബി ആണോ? ഇതിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, എ ബി. അതായത് ആദ്യത്തെ സെനൻസ് അത് ഒരു ടോണിലും, രണ്ടാമത്തേത് മറ്റൊരു ടോണിലും, മൂന്നാമത്തേത് ആദ്യത്തെ ടോണിലും, അടുത്തത് രണ്ടാമത്തെ ടോണിലും. അതാണ് എ ബി. അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ് റീഡിങ് അലൗഡ്? ഓപ്ഷൻ സി ആണ് ആൻസർ, മൈ. വുഡ് യു മൈൻഡ് മൈ റീഡിങ് അലൗഡ്? അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ PSC ചോദിക്കുന്നത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ജെറണ്ട് ഫോം വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റീഡിങ് ഇവിടെയാണ് ഡാഷ് തരാറുള്ളത്. ഇപ്പോൾ അതിന് മുമ്പ് തന്നിട്ടുണ്ട്, അവിടെ വരും മൈ. ഐ എന്നോ മീ എന്നോ ഉപയോഗിക്കില്ല, മൈ എന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഗസ്റ്റേറ്ററി ഇമേജ് ഈസ് യൂസ്ഡ് ഇൻ എ പോയം ടു എക്സ്പ്ലെയിൻ വാട്ട് യു. അപ്പോൾ ഗസ്റ്റേറ്ററി നമുക്കറിയാം, ഗസ്റ്റേഷൻ എന്തുവാണ്? ടേസ്റ്റ് നോക്കൽ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഓപ്ഷൻ ഡി ആണ്, ടേസ്റ്റ്. അപ്പോൾ ഗസ്റ്റേഷൻ അല്ലെങ്കിൽ ഗസ്റ്റേറ്ററി ടേസ്റ്റ് എന്ന് ഓർത്തിരിക്കുക. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി എവറി ഡേ ഡാഷ് സൺഡേ. അദ്ദേഹം എന്നും പുലർച്ചെ എഴുന്നേൽക്കും, സൺഡേ ഒഴികെ. അപ്പോൾ ഒഴികെ ഏതാണ്? എക്സെപ്റ്റാണ്. സ്പെല്ലിംഗ് EXCEPT, എക്സെപ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് മീൻസ് അണ്ടർസ്റ്റാൻഡ്? താഴെ പറയുന്നുള്ള അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നത് ഏതാണ്? മേക്ക് ഔട്ട് ഉണ്ട്, ടേൺ ഔട്ട് ഉണ്ട്, പുട്ട് ഔട്ട് ഉണ്ട്, ഗെറ്റ് ഔട്ട്. മേക്ക് ഔട്ടാണ്. അപ്പോൾ മേക്ക് ഔട്ട് അതിൻ്റെ മീനിങ് ആണ് അണ്ടർസ്റ്റാൻഡ്. അടുത്ത ചോദ്യം, ദ ടീ ഈസ് ഹോട്ട് ഇനഫ്. ചായ വളരെ ചൂടാണ്. ദ ടീ ഈസ് ഹോട്ട് ഇനഫ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഓപ്ഷൻ സി, ടു ഹിയറിംഗ് ഫ്രം യു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫ്രം ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഫ്രം ടു വയ്ക്കുമല്ലോ, അതിവിടെ ഒന്ന് ഓർക്കുക. എന്തായാലും ടു വരണം. പിന്നെ ലുക്ക് ഫോർവേഡ് വരുമ്പോൾ ജെറണ്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഹിയറിംഗ്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അടുത്ത ചോദ്യം, ജോർജ് ഗാവ് യു എ ചെക്ക്. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, തന്നിട്ടുള്ള സെനൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണ്. കാരണം ഒരു നെഗറ്റീവ് നോ എന്നോ, നൺ എന്നോ, സെൽഡം എന്നോ, നെവർ എന്നോ അങ്ങനെ ഒരു വാക്കും ഇവിടെ ഇല്ല. തന്നിട്ടുള്ളത് പോസിറ്റീവ് സെനൻസ് ആണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. നെഗറ്റീവ് അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് നമുക്ക് ഇവിടുത്തെ ഓക്സിലറി വെർബ് വേണം. ഇവിടെ ഗേവ് ആണ് തന്നിട്ടുള്ളത്. ഗേവ് എങ്ങനെയാണ് വരുന്നത്? ഡിഡ് പ്ലസ് ഗീവ് ആണ് ഗേവായിട്ട് മാറുന്നത്. ഡിഡ് പ്ലസ് ഗീവ് ഗേവായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ്. നമുക്ക് നേരത്തെ പറഞ്ഞു, ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഉള്ളത് ഡിഡിൻ ഹി. ഓപ്ഷൻ എ ആണ് ആൻസർ.
Dash we change our lifestyles. Climate change will destroy the life on earth. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അൺലെസ് നമ്മൾ നമ്മുടെ ജീവിത രീതി ചേഞ്ച് ചെയ്തില്ല എങ്കിൽ ക്ലൈമറ്റ് വിൽ ചേഞ്ച്. നമ്മുടെ അവസ്ഥയെ ക്ലൈമറ്റ് അത് ചേഞ്ച് ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ കൊറോണ തന്നെയാണ്. അടുത്ത ചോദ്യം, there is not even dash thing in the shop that I want. Option B, there is not even a single thing in the shop that I want. എനിക്കുള്ളതൊന്നും അവിടെ ഒന്നുമേ ഇല്ല. A single. If I know his name I dash tell you. അപ്പോൾ ഇഫ് ക്ലോസുമായിട്ടുള്ളതാണ്. നോയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഐ വിൽ ടെൽ യു. അപ്പോൾ നോ എന്ന് പറയുന്നത് V1 ആണ്. ന്യൂ KNEW എന്ന് പറയുന്നത് V2 ആണ്. നോൺ KNOWN എന്ന് പറയുന്നത് V3. അപ്പോൾ കണ്ടീഷൻ സെൻറ്റൻസിൽ സിമ്പിൾ പ്രസൻറ്റ്, ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണല്ലോ. സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ ഒന്നുകിൽ വിൽ വരാം, അല്ലെങ്കിൽ ഷാൾ വരാം, അല്ലെങ്കിൽ ക്യാൻ, അല്ലെങ്കിൽ മേ പ്ലസ് V1 ആണ് വരിക. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ആണ് വരിക. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് ഓർ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പോൾ പ്ലസ് ഹാവും വരും, പ്ലസ് V3 കൂടി വരും. അതിവിടെ നിന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് 2 days 4 ആണ് വരിക. അപ്പോൾ ഒരു കാലയളവ്, ഒരു നിശ്ചിത കാലയളവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 4 ഉപയോഗിക്കും. എന്നാൽ ഒരു നിശ്ചിത പോയിൻ്റ് ഓഫ് ടൈമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സിൻസും ഉപയോഗിക്കും. ഇവിടെ നോക്കുക, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പോയിൻ്റ് ഓഫ് കാലയളവല്ലേ, ഒരു പോയിൻ്റ് ഓഫ് ടൈം അല്ല, ഒരു നിശ്ചിത കാലയളവാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 4 ഉപയോഗിക്കും. പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ റെയിനിങ് സിൻസ്, ഇവിടെ ഒരു വർഷമാണ് തന്നിട്ടുണ്ടെങ്കിൽ 2000 എന്നോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും. അടുത്ത ചോദ്യം, ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ഹോസ്റ്റ് ഈസ്. ഹോസ്റ്റിൻ്റെ ഫെമിനൈൻ ജെൻഡർ ഹോസ്റ്റസ്. ഓപ്ഷൻ സി. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ദ മീറ്റ് എവറി ഡേ. ഒരു പ്ലേസ് ആണ്, അപ്പോൾ നമ്മൾ വേർ ആണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ദ മീറ്റ് എവറി ഡേ. ഷീ ഡിഡ്ന്റ് സീ എനിത്തിങ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഷീ ഡിഡ്ന്റ് സീ എനിത്തിങ്. റാണി ആസ് വെൽ എസ് ഹർ ഫ്രണ്ട്സ് ഡാഷ് ഓൺ എ പ്രൈസ്. അപ്പോൾ ആസ് വെൽ എസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യ സബ്ജക്റ്റ് റാണി, ഒരു വ്യക്തിയല്ലേ, അപ്പോൾ സിംഗുലാർ ആണുള്ളത്. അങ്ങനെയെങ്കിൽ സിംഗുലാർ ഉള്ളത് 1 മാത്രം. ഓപ്ഷൻ എ ഹാസ്. അടുത്ത ചോദ്യം, ആർ യു അഫ്രൈഡ് ഡാഷ് സ്പൈഡേഴ്സ്. അഫ്രൈഡ് ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. ആർ യു അഫ്രൈഡ് ഓഫ് സ്പൈഡേഴ്സ്. പ്ലൂറൽ ഫോം ഓഫ് ലീഫ്. ലീഫിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? ഓപ്ഷൻ സി ലീവ്സ്. ദ യങ് ഓൺ ഓഫ് ക്യാമൽ ഈസ്. ക്യാമലിൻ്റെ യങ് ഓണിനെ വിളിക്കപ്പെടുന്നു. ഓപ്ഷൻ ബി കാഫ്. ഇവിടെ നോക്കുക, ക്യാമലിൻ്റെ യങ് ഓണിനെ കാഫ് അല്ലെങ്കിൽ ഫോൾ എന്നും പറയാറുണ്ട്. FOAL. അപ്പോൾ ഫോൾ അല്ലെങ്കിൽ കാഫ് ഏതിൻ്റെ? ക്യാമലിൻ്റെ കുഞ്ഞ്. ഇനി നോക്കാം, പപ്പ് ആരുടെ കുഞ്ഞാണ്? ബാറ്റ്. ബാറ്റിൻ്റെ കുഞ്ഞാണ് പപ്പ്. കബ് ആരുടേതാണ്? ബിയർ. ബിയറിൻ്റെ കുഞ്ഞാണ് കബ്. ഇനി ഇൻഫൻറ്റ് സാധാരണ നമ്മൾ ശിശു എന്ന് പറയാറില്ലേ?
അപ്പോൾ അത് നമ്മുടെ ഗോറില്ല അല്ലെങ്കിൽ APE വാലില്ല കുരങ്ങ് അവരുടെ എല്ലാം യങ്ങോണ്ടിനെയാണ് നമ്മൾ ഇൻഫൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കിയ 20 ചോദ്യങ്ങൾ. ഇതിൽ കുറേ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ കുറിച്ച് വെക്കേണ്ടത് കുറിച്ച് വെച്ച് പഠിക്കുക. ഇതെല്ലാം ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.